നീ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നീ പ്രഗ്നന്റ് അല്ലെന്നല്ലേ സത്യം? വീണ്ടും അത് തന്നെ പറയുന്ന എന്തിനാ? മഞ്ജരി പ്രഗ്നന്റ് തന്നെയാണ്. അപ്പൊ അവളെ ഒമിറ്റ് ചെയ്തതേ ജ്യൂസ് കുടിച്ചോണ്ടല്ല, പ്രഗ്നന്റ് ആയതുകൊണ്ടാ. എല്ലാരും പോയി കിടക്ക്. മഞ്ജരി, ഇത് പ്രഗ്നന്റ് ആയോണ്ട് തന്നെയാ. നീ റൂമിൽ പോയി റെസ്റ്റ് എടുക്ക്. രാവിലെ ആവുമ്പോഴേക്കും മാറിക്കോളൂ. എനിക്കിപ്പോ റൂമിൽ പോകാനുള്ള ആവതില്ല ആന്റി. ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല. എന്നാൽ അവൾ ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് പോയി കിടക്കാം. മഞ്ജരിയുടെ കൂടെ ആരെങ്കിലും നിൽക്കണം. ഞാൻ നിന്നോളാം ചേച്ചി, നിങ്ങൾ പോയിക്കോളൂ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നുള്ള പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് വിവേക്. അവനവൻ കുഴിക്കുന്ന കുഴിയില് അവനവൻ വീഴുന്ന കാണുകയും ചെയ്തിട്ടുണ്ട്. ശരിയാ, ഈ സിറ്റുവേഷൻ ഇത് കറക്റ്റ് ആയിട്ട് സിങ്ക് ആവുന്നുണ്ട്. നമുക്ക് കിടന്ന് ഉറങ്ങാൻ ചാരു, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. ഒരു ഗ്ലാസ് ജ്യൂസ് കൂടി എടുക്കട്ടെ മഞ്ജരി? പറയും മഞ്ജരി, നിനക്കായിട്ട് സ്പെഷ്യലായിട്ട് ജ്യൂസ് ഉണ്ടാക്കി തരാം. നീ പ്രഗ്നന്റ് ആണല്ലോ മഞ്ജരി. വയറ്റിലുള്ള കുട്ടിക്ക് നീ കൊടുത്ത ജ്യൂസ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒരു ജ്യൂസും വേണ്ട, അവക്ക് കുറച്ച് മനസമാധാനാ വേണ്ടത്. നീ പൊയ്ക്കോ. ശരി ചെറിയമ്മേ. ഗുഡ് നൈറ്റ് മഞ്ജരി. മേഘന ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തത് ആന്റി. അത് പറയേണ്ട കാര്യമുണ്ടോ? ഇനി ഒരിക്കൽ കൂടി നീ ജ്യൂസ് ചോദിക്കാൻ പേടിക്കണമെന്ന് വിചാരിച്ച് ചെയ്തതാ. അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ല്, വേഗം പോ. ഇനി നിന്നാലേ എന്റെ തലയിലായിരിക്കും വോമിറ്റ് ചെയ്യുന്നത്. അയ്യോ ആന്റി. ദാ വരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മഞ്ജരി ഞാനുണ്ടാക്കിയ ജ്യൂസ്? എന്റെ ഈ ട്രീറ്റ്മെന്റ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നീ എന്താ പറഞ്ഞത്? നിന്റെ ഷോൾഡറിൽ മിഥുനേട്ടൻ സപ്പോർട്ടിന് വേണ്ടി കിടക്കുമെന്നോ? ഇപ്പൊ നിന്നിവിടെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്ത അവസ്ഥയാണല്ലോ. ഇപ്പോഴും നിന്റെ സപ്പോർട്ടിന് ഞാൻ മാത്രമേ ഉള്ളൂ മഞ്ജരി. എല്ലാത്തിനും കാരണക്കാരി നീയാ. നീ തന്നെ ആ ജ്യൂസിൽ എന്തോ കലക്കിയതും. എനിക്ക് ആ കാര്യം ഉറപ്പ്. നിനക്ക് ഉറപ്പാണെങ്കിൽ അത് സത്യമായിരിക്കും. നീ പറയുന്നത് എന്തായാലും വിശ്വസിച്ചല്ലേ പറ്റൂ. ഇതുവരെ നീ പറയുന്നതൊന്നും ഇവിടെ ആരും വിശ്വസിക്കില്ലായിരുന്നു. പ്രഗ്നന്റ് ആണെന്ന് നീ പറഞ്ഞ ഈ ഒരു കള്ളമാണ് നിനക്കിപ്പോ ശാപമായി മാറിയിരിക്കുന്നത്. എന്റെയും എന്റെ കുട്ടികളുടെ ഇടയിലേക്ക് കയറി വന്നാ എന്റെ റിയാക്ഷൻ ഇങ്ങനെയായിരിക്കും മഞ്ജരി. ഇത് നിനക്കുള്ള സാമ്പിൾ മാത്രമാണ്. ഇതോടെ നീ ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ. അതല്ല കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അമ്മയെയും മിഥുനേട്ടനെയൊന്നും ഞാൻ നോക്കിയെന്ന് വരില്ല മഞ്ജരി.
നിനക്ക് ഇനി ഇതുപോലെ തുറക്കമില്ലാത്ത രാത്രികൾ ഞാൻ സമ്മാനിക്കും. മൈൻഡ് ഇറ്റ്. അല്ല, കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ വലിയ ദിവ്യ പ്രണയായിരുന്നു എന്നൊക്കെയല്ലേ പറയുന്നത്? എന്നിട്ടും മിഥുനേട്ടന് ഏത് ജ്യൂസാണ് ഇഷ്ടം, ഏത് ജ്യൂസാണ് ഇഷ്ടമല്ലാത്തത് എന്നൊന്നും നിനക്കറിയില്ലേ? ഇതുപോലെ അറിയാത്ത പ്രണയമായിരുന്നോ? നീ വന്ന ജ്യൂസ് എന്റെ അടുക്ക് ചോദിച്ചപ്പോ തന്നെ മിഥുനേട്ടൻ അത് കഴിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ആ ജ്യൂസില് കിച്ചണിലുണ്ടായിരുന്ന കുറച്ച് വിനാഗിരി ഞാൻ ചേർത്തത്. അപ്പൊ നീ ശരിക്കും വലിയ റൊമാൻറ്റിക് മൂഡിലായിരുന്നല്ലോ. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും നീ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. രണ്ടുപേരും ഈ ലോകം തന്നെ മറന്നുപോകും. എന്നിട്ടൊരു പുതിയ ലോകത്തേക്ക് പറന്ന് നടക്കും. സൂക്ഷിക്കണേ, അവിടെ വഴിമാറി പോവാതെ നോക്കണം. എന്താ നീ കളിയാക്കുകയാണോ? ഇതാ നിന്റെ ജ്യൂസ്. പണ്ടൊരു സിനിമയില് വല്ലൊരാള് പറഞ്ഞിട്ടില്ലേ, അളവിൽ കൂടുതൽ അത്യാഗ്രഹം കാണിക്കുന്ന പെണ്ണുങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ നന്നായി ചരിത്രം ഉണ്ടായിട്ടില്ല എന്ന്. നീ അങ്ങനെ സിനിമകൾ കാണാറില്ലല്ലോ, അതുകൊണ്ടാ. നീ ഇനിയിപ്പോ ഈ സിനിമയൊന്ന് കണ്ടു നോക്ക്. നൈറ്റ് മുഴുവനും മിഥുനേട്ടനുമായിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് കരുതിയതല്ലേ? എന്നിട്ടിപ്പോ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആരുമില്ല. അപ്പൊ ഒറ്റയ്ക്കിരുന്ന് എൻജോയ് യുവർ സെൽഫ്. ബാഡ് നൈറ്റ്. ചക്കി, ചിക്കു, അല്ല നിങ്ങക്ക് സ്കൂളിൽ പോകണ്ടേ? ഞങ്ങള് സ്കൂളിലേക്ക് പോകണമെങ്കിൽ 4 പേരും റെഡിയാവണം. അതായിരിക്കും 4 പേര്. ഞങ്ങള് 2 പേരും, നിങ്ങൾ 2 പേരും. ഞങ്ങള് 2 പേരാരാ? അച്ഛനും അമ്മയും. ഞാനും അച്ഛനും റെഡിയാവേണ്ട കാര്യം എന്താ? അമ്മ മറന്നുപോയതാണോ? ഇന്ന് മുതല് ഞങ്ങളുടെ കൂടെ നിങ്ങൾ 2 പേരും സ്കൂളിൽ വരാന്ന് പ്രോമിസ് ചെയ്തതല്ലേ? യെസ് ചക്കി, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ റെഡിയാ. മേഘനെ, നീ റെഡിയല്ലേ? ഓ, ഇതാണോ? ഇന്ന് ബുധനാഴ്ചയല്ലേ? മോം ആഞ്ജനേയ സ്വാമിയെ പൂജ ചെയ്ത് എനിക്ക് തൊട്ട് തന്നതാ. ആഞ്ജനേയ സ്വാമിക്ക് പൂജ ചെയ്തോ? നന്നായിട്ടുണ്ട് അച്ഛാ. ഞങ്ങളും പോയി പ്രസാദം വാങ്ങിയിട്ട് വരാം. ബാ ചിക്കു. മിഥുനേട്ടാ, അപ്പൊ ഞാനും പോയി ആഞ്ജനസ്വാമിയുടെ പ്രസാദം വാങ്ങിച്ചിട്ട് വരാം. അവിടെ നിൽക്കടോ. ഈ പ്രസാദത്തിന് വേണ്ടി നീ അവിടം വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പ്രസാദം എന്താ ഇങ്ങോട്ട് വരുമോ? വരുമല്ലോ. എങ്ങനെ വരുന്ന മിഥുനേട്ടാ? അതെങ്ങനെയാന്നൊക്കെ ചോദിച്ചാ നീ അത് കണ്ടില്ലേ മഞ്ജരി? രാത്രി നിനക്ക് ഇത്രയും വലിയ പണിയും തന്നിട്ട് രാവിലെ അവര് രണ്ടും കൂടെ റൊമാൻസ് ചെയ്യുന്നു. മിഥുനും മേഘനയോടുള്ള പ്രണയത്തിന്റെ പകുതിയെങ്കിലും നിന്നോടുണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് നീ ശരിക്കും ഒരു അമ്മയായേനെ. നൈറ്റ് മിഥുൻ എന്നെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല ആന്റി. രാവിലെ മേഘനയുടെ ലവർ ബോയ് ആയി മാറിയത് കണ്ടില്ലേ?
അമ്മേ, അമ്മക്ക് ഇത്ര പെട്ടെന്ന് എവിടുന്നാ പ്രസാദം കിട്ടിയേ? അത് പിന്നെ ഓ, അച്ഛന് പ്രസാദം കൊടുത്തപ്പോ അമ്മയ്ക്കുള്ളത് അച്ഛന്റെ കൈ കൊടുത്തു വിട്ടു അല്ലേ? ആ. അല്ല ചിക്കു, ഇത് ഗ്രാൻഡ്മ കൊടുത്ത പ്രസാദമൊന്നും അല്ല, അച്ഛൻ തന്നെ കൊടുത്താന്നാ തോന്നുന്നേ. അത് കറക്റ്റാ ചക്കി. എന്തൊക്കെയായാലും അമ്മയ്ക്കൊരു കുറവുള്ളത് പോലെയല്ലേ? എന്ത് കുറവാ ചിക്കു? അമ്മ തലയില് പൂവ് വെച്ചിട്ടില്ല. അച്ഛാ, ഇന്നെന്തായാലും അച്ഛൻ അമ്മയുടെ തലയിൽ പൂവ് ചൂടി കൊടുക്കണം. ചക്കി ദേ. ഒരു കുഴപ്പമില്ല അമ്മേ. നിങ്ങക്ക് നാണോണെങ്കിൽ ഞങ്ങള് കണ്ണടച്ച് നിന്നോളാം. അച്ഛാ, അമ്മയുടെ തലയിൽ പൂവ് വെച്ചു കൊടുത്തേ. ചക്കി, കണ്ണടക്കി. അമ്മ ഒരു വേലി ചാടിയിട്ടുണ്ടെങ്കിൽ പിള്ളേര് 10 വേലി ചാടിയിട്ടുണ്ട്. എല്ലാം പഠിച്ചു വെച്ച പോലെ പറയുന്നുണ്ടല്ലേ. മിഥുൻ എന്തിനാ മേഘനയ്ക്ക് റോസാപ്പൂ വെച്ചു കൊടുക്കുന്നത്? മിഥുൻ മേഘനയെ പ്രൊപ്പോസ് ചെയ്തത് വല്ലോ ആണോ? ആന്റി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് വോമിറ്റിംഗ് വരുന്ന പോലെയുണ്ട്. അതെന്താ, ജ്യൂസിന്റെ വിമിഷ്ടം ഇതുവരെ പോയില്ലേ? ഇതുവരെ കഴിഞ്ഞില്ലേ അച്ഛാ? ഞങ്ങളൊന്ന് കണ്ണു തുറന്നോട്ടെ. ആ, തുറന്നോളൂ. ചിക്കു, നീ ഒരു അത്ഭുതം കണ്ടോ? എന്താ ചക്കി? ഒരു റോസാപ്പൂവ് മറ്റൊരു റോസാപ്പൂവ് തലയിൽ വെച്ചിരിക്കുന്നു. ചക്കി ദേ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ടേ. ആ അച്ഛാ, സമയമായി, നമുക്ക് സ്കൂളിൽ പോയാലോ? ശരി ശരി, നമുക്ക് ഇറങ്ങാം. എന്നടക്ക. നാം 1 നമുക്ക് 2. എത്ര സന്തോഷകരമായ കുടുംബം അല്ലേ മഞ്ജരി? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ആന്റി. കൂടുതൽ ചൂട് പിടിപ്പിക്കല്ലേ. ആഹാ, നീ സന്തോഷത്തിലെന്നാ ഞാൻ വിചാരിച്ചത്. എന്താ ആന്റി, കളിയൊക്കെ ആണോ? പിന്നല്ലാതെ എന്താ ചെയ്യണ്ടേ? ഇന്നലെ മിഥുനായിട്ട് അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ വലിയ വായിൽ പറഞ്ഞിട്ട് ഫുൾ ടൈം കിടന്ന് വോമിറ്റ് ചെയ്യായിരുന്നില്ലേ? രാവിലെ മേഘനയെ 2 പറയാനുള്ളതിന് അവളെയും മിഥുനെയും കുട്ടികളെയും സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കായിരുന്നില്ലേ? ഇവരുടെ ഈ സന്തോഷമൊക്കെ കുറച്ചു നേരത്തേക്ക് മാത്രം ആന്റി. അവളെ മൂടോടെ മുടിക്കാനുള്ളതൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇവര് രണ്ടുപേരും മുഖത്തോടെ മുഖം നോക്കിയാ തന്നെ കീരിയും പാമ്പും പോലെ വെറുക്കുന്ന ഒരു ദിവസം വരും, നോക്കിക്കോ. വിവേകിന്റെ അമ്മയും കുറച്ചൊക്കെ പഠിക്കാനുണ്ട്. ഇന്നലെ ആ മഞ്ജരി അനുഭവിച്ചതുപോലെ ഒന്ന് അനുഭവിക്കട്ടെ. ചാരു, അങ്ങനെ ചിന്തിക്കല്ലേ. നിന്റെ അമ്മായിമ്മ മാത്രല്ല, എന്റെ മോമും കൂടിയാ. വിവേകിന്റെ അമ്മ എന്നെ മരുമകളായിട്ട് കണ്ടിരുന്നെങ്കിലേ ഞാനും അമ്മായിയമ്മയാണെന്ന് റെസ്പെക്ട് കൊടുക്കും. എന്നെ ഒരു ശത്രുവായിട്ടല്ലേ കാണുന്നേ? അപ്പൊ ഞാനും അങ്ങനെ തന്നെ കാണുള്ളൂ. അമ്മായിമ്മയും മരുമോളും ഇങ്ങനെ തുടങ്ങിയ വളരെ കഷ്ടാണ് കേട്ടോ. അതിൽ തന്നെ നല്ല പോലെ ജീവിക്കുന്നവരും ഇല്ലേ? ഒരു കാര്യം ഓർമ്മ വെച്ചോ വിവേക്, എപ്പോഴാണെങ്കിലും ഏത് വീട്ടിലാണെങ്കിലും അമ്മായിയമ്മ അമ്മയാണെങ്കിൽ മരുമകൾ സ്വന്തം മകളാവും. അതേ അമ്മായിയമ്മ വിഷം ചീറ്റുന്ന സർപ്പം ആയാലേ മരുമകൾ ചിലപ്പോ കീരിയായിന്ന് വരും.
ഇതിനിടയിൽ കിടന്ന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ റഫറി ആയിട്ട് നിൽക്കണോ? ജോക്ക് പറയല്ലേ. നീ ഇപ്പൊ മോമിനെ കുറിച്ച് പറഞ്ഞ സമയം കളയണ്ട. ആദ്യം മഞ്ജരി ഇവിടുന്ന് അടിച്ച് പുറത്തൊക്കെ വേണ്ടത്. അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കേ. മഞ്ജരിയുടെ കള്ളത്തിലൊക്കെ അറിയുന്നത് വിവേകിന്റെ അമ്മയ്ക്ക് മാത്രോ? നിന്റെ അമ്മ അറിയാതെ മഞ്ജരി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വീണ്ടും മോമിന്റെ കുറ്റം തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞാലും വിവേക് കേക്കില്ലല്ലോ. മഞ്ജരിയായിട്ട് ചേർന്ന് വിവേകിന്റെ അമ്മ എന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാനാ നോക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു പണി നിന്റെ അമ്മയ്ക്ക് കൊടുക്കുകയാണെങ്കിലേ കുറച്ചെങ്കിലും മഞ്ജരി ഒതുങ്ങുന്ന ഉറപ്പാ. ഇന്ന് എന്ത് സംഭവിച്ചാലും ശരി വിവേകിന്റെ അമ്മയുടെ ഫോൺ ചെക്ക് ചെയ്യണം. ആ അൺനോൺ നമ്പർ ആരുടേതാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് മോമിന്റെ ഫോൺ വേണമെന്നില്ല. മോം സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ നമുക്ക് കേൾക്കാൻ കഴിയും. അതെങ്ങനെ കേൾക്കും? അമ്മയുടെ കാര്യങ്ങൾ അറിയാൻ സീക്രട്ട് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതൊന്നുമല്ല. മോം ഇപ്പൊ ഉപയോഗിക്കുന്ന ഒരു സ്മാർട്ട് വാച്ച് അല്ലേ? മോം അറിയാതെ ആ വാച്ചിൽ നമുക്കൊരു ബഗ് കയറ്റാൻ പറ്റും. എന്നിട്ട് റിസീവറിലൂടെ മോമും മഞ്ജരിയും സീക്രട്ടായി സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് രഹസ്യമായി മനസ്സിലാക്കാനും പറ്റും. അത് നല്ല ഐഡിയ ആണല്ലോ. അവരിവിടെ ചെയ്ത എല്ലാ കാര്യങ്ങളും പിന്നെ പുറത്തു വരുമല്ലോ. മഞ്ജരി എന്ന ശനിയെ ഇവിടുന്ന് അടിച്ചിറക്കാനും പറ്റും. അതിന് നിന്റെ അമ്മയുടെ വാച്ച് എപ്പോ നമ്മുടെ കൈ കിട്ടാനാ? ഇന്ന് തന്നെ മോം അറിയാതെ ആ വാച്ച് നമുക്ക് പൊക്കണം. ആ, അത് നല്ലൊരു ഐഡിയ. ഇതോടെ നിന്റെ അമ്മയുടെ അഹങ്കാരം എല്ലാം അവസാനിക്കണം. എന്താടാ രണ്ടുപേരും കൂടെ എന്താ പ്ലാൻ ചെയ്യുന്നത്? എന്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണോ? അപ്പോ രണ്ടുപേരും കൂടി എന്നെ കൊന്നു കുഴിച്ചു മൂടാനുള്ള തീരുമാനമാണോ? കൊല്ലാൻ പോവാണോന്ന് കാണട്ടെ. രണ്ടുപേരും കൂടെ എന്താ ചെയ്യാൻ പോകുന്നത്? എന്താടാ നിനക്കൊന്നും ചെയ്യാനില്ലേ? ചാരു, നീ എന്നെ കൊല്ലുന്നില്ലേ? നോക്ക്, ഞാൻ വിചാരിച്ചത് എന്നെ ഇന്ന് തന്നെ തീർക്കാൻ പറ്റും. നിന്നെ ഉണ്ടല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യാനാ മോം? എന്തിനാ ഇങ്ങനെ ആവേശം കാണിക്കുന്നേ? ഇങ്ങോട്ട് എഴുന്നേറ്റ്. ഭാര്യ പറയുന്നൊക്കെ കേട്ടിട്ട് നീ നശിക്കാൻ പോവാ വിവേക്. കാണാം, കാണിച്ചു തരാം ഞാൻ. നീ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ശരി, ഞാൻ പ്രിയംവതയാണെന്ന് ഓർത്തോ. എന്റെ വിശ്വരൂപം നീ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ചിക്കു ചക്കി, രണ്ടുപേരൊന്ന് ബഹളം ഉണ്ടാക്കാതെ അടങ്ങിയിരുന്നേ. സ്കൂളിൽ പോയാൽ ഞങ്ങൾ എന്തായാലും ബഹളം ഉണ്ടാക്കാതെ മിണ്ടാതിരിക്കല്ലേ അമ്മേ? ഞങ്ങൾ രണ്ടുപേരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോവല്ലേ? ഇന്ന് ഉച്ചവരെയല്ലേ സ്കൂളുള്ളൂ. അപ്പോൾ ആഫ്റ്റർനൂൺ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരും. അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അമ്മയെ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോവാലോ? അച്ഛന് ഇഷ്ടമുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ പോയിക്കൂടെ? ഷോപ്പിങ്ങിനൊക്കെ പോയി അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാരി മേടിച്ചു കൊടുക്കാലോ? പിന്നെ മോർണിംഗ് ഷോ സിനിമയ്ക്ക് പോവാലോ? സലൂണിലേക്ക് കൊണ്ടുപോയി അച്ഛന്റെ ഹെയർ കട്ടൊക്കെ ചെയ്യിച്ചൂടെ? ഇല്ലെങ്കിൽ പാർക്കിൽ പോകാം. അങ്ങനെ ഞങ്ങൾ വരുന്നത് വരെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാലോ? ഞങ്ങൾ സ്കൂള് കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് അപ്പൊ തന്നെ വീട്ടിലേക്ക് പോകണ്ട, അമ്പലത്തിലേക്ക് പോവാം. ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ കാര്യങ്ങളുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. എന്തായാലും ഭാഗ്യം ഞങ്ങളോട് നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിരിക്കാൻ പറഞ്ഞില്ലല്ലോ. അച്ഛ, കാറ് നിർത്ത്, കാറ് നിർത്ത്, കാറ് നിർത്തച്ഛാ. എന്താ? നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ? ഇത്രയും രാവിലെ ഐസ്ക്രീമോ? അതൊന്നും വേണ്ട. ഇതിനേട്ടാ വണ്ടി നിർത്തണ്ട.